അപ്പൊ നമ്മുടെ ഈ കയ്യിലെ വെയിന് നമുക്ക് അണ്ടർടോൺ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് വന്നിട്ട് ഈ ഒരു വെയിൻ ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ട്ടോ. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് ഷെയ്ഡ് ഫൗണ്ടേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്, സ്കിൻ ടോൺ എങ്ങനെ കണ്ടുപിടിക്കാം? നിനക്കറിയോ നിന്റെ സ്കിൻ ടോൺ ഏതാണ് എന്നുള്ളത്? ഇല്ല, എനിക്കൊന്നും അറിയില്ല. അപ്പം സ്കിൻ ടോൺ നോക്കിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കേക്കി അല്ലെങ്കിൽ ഗ്രേയിഷ് ഒക്കെ ആവുന്നത്. നമ്മൾ സ്കിൻ ടോൺ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടിപ്പ്, ഈ ഒരു ടിപ്പ് മാത്രമാണുള്ളത് നമ്മുടെ ഈ ഒരു വെയിൻ അനുസരിച്ച്. അപ്പൊ നമ്മുടെ ഈ കയ്യിലെ വെയിന് നമുക്ക് അണ്ടർടോൺ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് വന്നിട്ട് ഈ ഒരു വെയിൻ ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാം അണ്ടർടോൺ ആയിരിക്കും, ബ്ലൂ ആണെങ്കിൽ നമ്മൾ കൂൾ അണ്ടർടോൺ ആണ്. ഇത് രണ്ടിന്റെയും മിക്സ്, ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ഇപ്പം എന്റേതൊക്കെ കൂടുതലും ന്യൂട്രൽ ആയിട്ടാണ്. നോർമലി നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോൺ വാം അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടാണ് വരുന്നത്. നിന്റേത് എന്താ? മെഹന്തി അണ്ടർടോൺ. വാവ്. സോ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ അണ്ടർടോൺ നോക്കിയിട്ട് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡ് മാറാൻ ചാൻസ് ഇല്ല.